എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇട ഉണ്ടായിരുന്നുവല്ലോ എന്ന് പറയുന്നു. അവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അബ്രഹാം പിതാവിനെ ദൈവം വിളിച്ചു, ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തിലേക്ക് വാ എന്ന് വിളിച്ചു. അവൻ ഇറങ്ങിപ്പോയി, സകലതും വിട്ടിട്ട് ഇറങ്ങിപ്പോയി. അതേപോലെ ഇസ്രായേൽ ജനങ്ങളെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് വിളിച്ചിറക്കി. അപ്പോൾ ഇവരൊക്കെ ഇടയ്ക്ക് വഴിക്ക് വന്ന കഷ്ടതകൾ നമുക്ക് അബ്രഹാം പിതാവിൻ്റെ യാത്ര സമയത്ത് നമുക്കറിയാം. ഇടയിൽ വെച്ച് യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. തൻ്റെ വസ്തുക്കൾ പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. അതേപോലെ തന്നെ ഭാര്യയെ അടുത്ത് അവൻ കവർന്നെടുത്തു. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും കഷ്ടതകളും അബ്രഹാം പിതാവും സഹിക്കേണ്ടി വന്നു. ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും ആ ഒരു യാത്രാക്ലേശങ്ങളോ ഒന്നും വകവെച്ചിട്ട് തനിക്ക് ഇക്കറി കഷ്ടമായിരിക്കുന്നു. അപ്പോൾ ഇതിനേക്കാളും ഞാൻ എൻ്റെ അപ്പൻ്റെ ആ ദേശത്ത് ഞാൻ വിട്ടു വന്നത് ശ്രേഷ്ഠമായിരിക്കുന്നു, ഞാൻ അതിനെ പോയി അവിടെ ചെന്ന് താമസിക്കാം എന്നവൻ ഓർത്ത് ഒരിക്കലും തിരിച്ചു പോയില്ല. അവർക്കങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ സമയമുണ്ടായിരുന്നു, അവർ പോയില്ല എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതുകയാണ്. പ്രിയ ദൈവമക്കൾ, അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചു കൊണ്ടിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജയില്ലായിരുന്നു. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കായി ഒരു നഗരം ദൈവം ഒരുക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പം യോഹന്നാൻ്റെ സുവിശേഷം നോക്കുമ്പോൾ അവിടെ ഞാൻ പോയിട്ട് ഞാൻ നിങ്ങൾക്കായി ഒരു വാസസ്ഥലം ഒരുക്കിയിട്ട് തിരിച്ചു വന്ന് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അതേപോലെ ഇവർക്കായി ഒരു ദേശം ദൈവം കരുതിയിട്ടുണ്ട്, ഒരു പാർപ്പിടം കരുതിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈ ഭൂമിയിലുള്ളതിനേക്കാളും അത് ശ്രേഷ്ഠമെന്നെണ്ണി അവർ മുമ്പോട്ട് യാത്ര ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പലവിധമായ കഷ്ടതകളും വേദനകളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം വിട്ടുവന്നത് ഇതിനേക്കാളും ഏറെ നല്ലതായിരുന്നു. ഞങ്ങൾ രോഗപ്രകാരമായി ജീവിച്ചപ്പോൾ ഇഷ്ടത്തിന് യാത്ര ചെയ്യാം, ഇഷ്ടത്തിന് കഴിക്കാം, വേണമെന്നുള്ള ലഹരി വസ്തുക്കൾ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഇഷ്ടം പോലെ വസ്ത്രധാരണം ചെയ്യാം, ക്ലബിന് പോവാം, ഇങ്ങനെ പല കാര്യങ്ങൾ നാം ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോഴൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. ആയതുകൊണ്ട് നമുക്ക് മടങ്ങിപ്പോകാമെന്ന് വിചാരിച്ച് മടങ്ങിപ്പോകുന്നവരുണ്ടെങ്കിൽ അവർ നഷ്ടമാക്കുന്നത് സ്വർഗീയമായതിനെ തന്നെ, ഇതിനേക്കാളും ശ്രേഷ്ഠമായതിനെ അവർ നഷ്ടമാക്കുന്നു. ഇല്ല, ഈ കഷ്ടപ്പാടുകൾ മധ്യയിലും ഇതിനേക്കാളും ശ്രേഷ്ഠമായത് ഒന്ന് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യത്തോടുകൂടെ, ആ ഒരു ചിന്തയോടുകൂടെ നാം യാത്ര ചെയ്യുമ്പോൾ കർത്താവ് നിർബന്ധമായിട്ട് നമ്മെ ഒരു കാനാനിലേക്ക്, ആ സ്വർഗത്തിലേക്ക് തന്നെ നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് അതിനു വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കി നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ മക്കൾ കർത്താവെ ഏതൊക്കെ പ്രയാസത്തിൽ കൂടെ സങ്കടത്തിൽ കൂടെ കടന്നു പോകുന്നു എന്ന് അടിയാൾക്ക് അറിയത്തില്ല. ആയാലും കർത്താവെ, ഈ ലോകത്തിലുള്ളതിനേക്കാളും ശ്രേഷ്ഠമായതൊന്ന് നീ ഞങ്ങൾക്കായി ഒരുക്കി വെച്ച് കാത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ യാത്ര ദൈവമേ, ഞങ്ങൾ തടർന്നു പോകാതെ മടുത്തു പോകാതെ മുമ്പോട്ട് പോയി അങ്ങയുടെ രാജ്യത്തിൽ വന്ന് അങ്ങയെ കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.